അപ്പോൾ നമ്മളെല്ലാവരും ക്രിസ്മസിൻ്റേതായ തിരക്കിലായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളും ഇച്ചിരി ക്രിസ്മസ് ഷോപ്പിങ്ങുമായിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള റേഞ്ചിലാണ് നമ്മളിപ്പോൾ ഷോപ്പിംഗ് നടത്തുന്നത്. അപ്പം ഷോപ്പിങ്ങിന് വന്നപ്പം എനിക്ക് തോന്നി നിങ്ങളെയും കൂടെ ഈ റേഞ്ചിലെ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്ന്. ക്രിസ്മസ് ആകുമ്പോഴേക്കും അധികം ആൾക്കാരും റേഞ്ചിൽ നിന്നാണ് ഷോപ്പ് ചെയ്യാറുള്ളത്. പലവിധമായ ലൈറ്റുകൾ അതവർ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നതാണ്, പല പല കൂടാരങ്ങളായിട്ട്. പിന്നെ നമ്മുടെ ട്രീയിൽ വെക്കാൻ, വീട്ടിൽ അലങ്കരിക്കാൻ, വീടിന് പുറത്ത് ഔട്ട്ഡോറിൽ വെക്കുന്ന ലൈറ്റ്സ് ആണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പം എൻ്റെ ഭാര്യ പ്രത്യേകം നോക്കുകയാണ് ഏതൊക്കെ മേടിക്കാം. ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ആ റേഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലൂടെ നടന്ന് പുതിയ പുതിയ ലൈറ്റുകൾ നമ്മൾ കണ്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. എന്നതൊരു നല്ല റെയിൻഡിയറായിരുന്നു, സ്നോമാൻ. ഇത് നമുക്ക് ഔട്ട്ഡോറിൽ വയ്ക്കാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ ആണ്, ലൈറ്റ് കൊണ്ടുള്ളത്. പല വിധത്തിലുള്ള ലൈറ്റുകൾ. അപ്പോൾ അവർ അവിടെ വയ്ക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്കിതുപോലെ ഡിസ്പ്ലേക്ക് വെച്ചിട്ട് അത് നമുക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. താരാഗണങ്ങൾ താരാട്ടുപാടി താളത്തിലാടി പുൽക്കൂടു തേടി വീണ്ടും പുതിയ ലൈറ്റുകളുടെ ഒരു കൂടാരമാണ്. താരാട്ടുപാടി താളത്തിലാടി പുൽക്കൂടു തേടി പൊന്നുണ്ണി. ഇപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു ലൈറ്റ് എടുത്തതാണ്. ഇത് അവൾ കൈ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വേണോ, 2000 ബൾബിൻ്റെ ഒരു വലിയ ഇതായിരുന്നു, അത് വേണോ എന്നുള്ളൊരു തർക്കമായിരുന്നു ഇപ്പോൾ അവിടെ കഴിഞ്ഞത്. വീണ്ടും ഞങ്ങൾ ലൈറ്റുകളുടെ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. പുതിയ പുതിയ എന്തെങ്കിലും വെറൈറ്റികളുണ്ടോ എന്ന് നോക്കി ഞങ്ങൾ നടക്കുന്നു. ഓൾറെഡി ഞങ്ങൾ ട്രോളിക്കകത്ത് കുറേ സാധനം ഇപ്പം എടുത്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ റേഞ്ച് വന്നിട്ട് ഒരു വണ്ടി തൊടാൻ സാധനം മേടിച്ചിട്ടുണ്ടല്ലോ. ഇതന്നെ ഇടപാട്. ക്രിസ്മസ് ഒക്കെ അല്ലേ? ക്രിസ്മസ് ഒക്കെ അല്ലേ? ഇത് എന്നതാ ഇത്? കുറെ സാധനമല്ലോ, ലൈറ്റുകള്. ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കാനാടി? ഇത് ആരാ വാങ്ങിച്ചേ? ആരാ വാങ്ങിച്ചേ? ആ ഓക്കെ. കാറ്റണഞ്ഞു കിളിപ്പാട്ടുപാടി കുളിരാകെ എന്നെ വാരിപ്പുണർന്നു. കുളിർ കാറ്റണഞ്ഞു കിളിപ്പാട്ടുപാടി കുളിരാകെ എന്നെ വാരിപ്പുണർന്നു. അങ്ങനെ കുറച്ചുകൂടെയൊക്കെ നോക്കി അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഇപ്പോൾ തൽക്കാലം അവസാനിപ്പിച്ച് നമ്മൾ ബിൽ കൗണ്ടറിലേക്ക് നടക്കുകയാണ്. അവിടെ ബിൽ കൗണ്ടറിലെ ക്യൂ ആണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ അതിലേറ്റവും പോയി നിന്ന് അങ്ങനെ പയ്യെ ക്ഷീണിച്ചവള് ഷോപ്പിംഗ് കഴിഞ്ഞ് ക്ഷീണിച്ച് എങ്ങനെ ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്നു. ആ പോകുന്ന വഴിക്ക് അവിടെ ഇരുന്ന് എന്തെങ്കിലും ഒന്ന് എടുത്താലോ എന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു വെച്ചു. അങ്ങനെ ഷോപ്പിംഗ് മതിയാക്കി ബില്ല് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെയെല്ലാം ബില്ല് ചെയ്ത് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ കാറിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിൽ ചെന്ന് ഇതെല്ലാം ട്രീയിലും പിന്നെ മുകളിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക്